നമസ്കാരം. കെവിനെയും നീനുവിനെയും അറിയാത്ത ആൾക്കാർ ചുരുക്കമായിരിക്കും. കാരണം 2018 അത്രയും കേരളത്തെ ആകെ ഞെട്ടിച്ചൊരു കേസ് തന്നെയായിരുന്നു കെവിനെയും നീനുവിൻ്റെയും. ഈ കെവിനും നീനുവും പ്രണയത്തിലാവുന്നു. അതിനുശേഷം വീട്ടുകാരുടെ എല്ലാം അവഗണനയും എതിർപ്പും എല്ലാം മറികടന്ന് ഇവർ രണ്ടാളും ഇറങ്ങിപ്പോവുകയും പിന്നീട് നമ്മൾ അറിഞ്ഞത് കെവിനെ കാണാനില്ല എന്നൊരു വിവരമായിരുന്നു. പിന്നെ അന്വേഷിച്ചപ്പോൾ കെവിനെ നീനുവിൻ്റെ വീട്ടുകാർ തന്നെ ഇല്ലാതാക്കി എന്നൊരു വിവരമാണ് നമ്മൾ അറിഞ്ഞത്. അതിന് നീനുവിൻ്റെ വീട്ടുകാർക്ക് ശിക്ഷയൊക്കെ ലഭിച്ചിരുന്നു. അതിനുശേഷം പിന്നെ നീനുവിൻ്റെ വീട്ടുകാരെ പറ്റിയാണെങ്കിലും ഒന്നും നമുക്കൊരു വിവരം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അറിയാൻ കഴിഞ്ഞത് ഈ നീനു കെവിൻ്റെ വീട്ടുകാരെ കൂടെയാണ് താമസിക്കുന്ന വിവരമായിരുന്നു. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ശേഷം എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് എൻ്റെ ഓർമ്മയിലുള്ള എൻ്റെ അറിവിലുള്ള എല്ലാ കാര്യങ്ങളും കെഞ്ചേട്ടന് അറിയാം. ഒന്നും കെഞ്ചേട്ടൻ്റെ അടുത്ത് ഒരു ദിവസം നടക്കുന്ന A to Z കാര്യങ്ങളെല്ലാം കെഞ്ചേട്ടന് അറിയാം. വിവാഹത്തിന് ഒരു ലീഗൽ വാലിഡിറ്റി ഇല്ല. അപ്പം അങ്ങനെ ആകുമ്പോൾ നീനു ഇവിടെ വേറൊരാളുടെ സംരക്ഷണയിൽ കഴിയുന്നു എന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ നീനു എന്തായിരിക്കും നീ കോടതിയിൽ ബോധിപ്പിക്കാൻ പോകുന്നത്? അതുപോലെ തന്നെ എങ്ങനെയാണ് നീനുവിൻ്റെ ഇതിനോടുള്ള തുടർ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? ഞങ്ങളുടെ കല്യാണം ലീഗലായിട്ട് നടന്നില്ലെങ്കിലും എനിക്കും കെഞ്ചേട്ടനും പ്രായപൂർത്തിയായതാണ്. ഞങ്ങൾ രണ്ടും സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. അത് പിന്നെ എന്നെ ഇപ്പോൾ ഇനി തിരിച്ച് വിട്ട് കിട്ടണം അങ്ങനെ ഒരു ഇതാണെങ്കിലും മരുന്ന് അങ്ങനെ ഞാൻ കഴിക്കുന്നില്ല. ഇനി വീട്ടുകാർക്ക് എന്നെ ഇനി വിട്ട് കിട്ടണം, അല്ലെങ്കിൽ എനിക്കിനി ട്രീറ്റ്മെൻറ്റ് ആശുപത്രി കൊണ്ടുപോയി അവർക്ക് അങ്ങനെ ചികിത്സിപ്പിക്കണം, അല്ല എന്നെ വേറെ എന്തെങ്കിലും സംരക്ഷണത്തിൽ നിർത്തണം, അങ്ങനെയാണെങ്കിലും എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഇവിടെ തന്നെ നിൽക്കണം, കെഞ്ചേട്ടൻ്റെ വീട്ടിൽ തന്നെ നിൽക്കണം. പിന്നെ ഒരിക്കലും ഞാൻ എൻ്റെ പേരൻസ് ആണെന്നൊന്നും. ഇതായിരുന്നു ഏറ്റവും ലാസ്റ്റ് നമ്മൾ നീനുവിനെ കുറിച്ച് കണ്ടത്. അതിനുശേഷം നീനുവിനെ പറ്റിയോ നീനുവിൻ്റെ വീട്ടുകാരെ പറ്റിയോ ഒരു വിവരവും ഒന്നും തന്നെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നീനുവിനെ പറ്റി, നീനുവിൻ്റെ കല്യാണം കഴിഞ്ഞു, വളരെ രഹസ്യമായിട്ടാണ് കഴിഞ്ഞത് എന്നുള്ളതിനെ പറ്റിയൊക്കെ ഞാൻ 2-3 വീഡിയോ ഞാനിങ്ങനെ കണ്ടു. അതിൽ എത്രത്തോളം സത്യമാണ് എന്നുള്ളതൊന്നും അറിയില്ല. കെവിൻ്റെ വീട്ടുകാരാണ് നടത്തിക്കൊടുത്തത് എന്നുള്ളതൊക്കെ കേട്ടപ്പോൾ സന്തോഷമായി. കാരണം ആ കുട്ടിക്കൊരു ജീവിതം കിട്ടിയല്ലോ എന്നോർത്തപ്പം ആർക്കായാലും സന്തോഷമാവുമല്ലോ. അപ്പം നമുക്ക് അതിൻ്റെ വീഡിയോ ഒന്ന് കാണാം. നീനു എന്ന പെൺകുട്ടി കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് സോഷ്യൽ മീഡിയകൾ അല്ലെങ്കിൽ ഫേസ്ബുക്ക് യൂട്യൂബിലായിട്ട് വന്നിരിക്കുന്നത് നീനുവിന്റെ വിവാഹം കഴിഞ്ഞു, നീനുവിന്റെ വിവാഹത്തിന്റെ വരനാര്, കെവിന്റെ പിതാവിന്റെ സമ്മതത്തോടു കൂടിയിട്ട് കുടുംബക്കാർ ചേർത്ത് നടക്കുന്ന വിവാഹം, ഇങ്ങനെ ഒരുപാട് തലക്കെട്ടുകളോടുകൂടി പല വാചകങ്ങളോടുകൂടി പല വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനകത്തൊന്നും വാസ്തവമായിട്ടുള്ള ഒരു കാര്യമല്ല. പൊതുവെ പറയാമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഫേക്ക് ആയിട്ടുള്ള ഒരു വാർത്തയാണ് ഇതെന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. അതിന്റെ തെളിവുകൾ ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പുറത്തുവിടാവുന്നതാണ്. ഇത്തരം വാർത്തകൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയിൽ അടക്കമുള്ള പല നടന്മാരും പറഞ്ഞ വ്യക്തമല്ല. കെവിനെ കുറിച്ചും കെവിന്റെ ഫാമിലിയെ കുറിച്ചും എല്ലാം നല്ല പോലെ അറിയാവുന്ന ഒരു വ്യക്തി എടുത്ത് തിരക്കിയിട്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഈ വാർത്ത പുറത്തുവിടുന്നത്. അവർ പറയുന്നത് എന്താണെന്ന് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. എടാ, ഈ കെവിന്റെ വീട് എന്റെ കസിന്റെ വീടിന്റെ അടുത്ത്, അവർക്ക് പേഴ്സണലി നല്ല അറിയാവുന്ന ഫാമിലിയാണ്. പിന്നെ ഈ ഒരു വാർത്ത സോഷ്യൽ മീഡിയ കണ്ടിട്ട് ഞാൻ അവരോട് കാര്യം തിരിക്കിയപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഓരോന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ ഓരോ കാര്യങ്ങൾ വേണ്ടേ, അവരെങ്ങനെ പറഞ്ഞുകൊണ്ടേ നടക്കും. പിന്നെ നീനുവിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. പിന്നെ അവൾ അന്ന് തന്നെ അവരുടെ സ്റ്റാൻഡ് പറഞ്ഞതാണ് എന്താണെന്നുള്ളത്. പിന്നെ ഇപ്പൊ പിന്നെ തോന്നിയ ദിവസം നടത്തുന്നവർക്ക് അതേ അവർക്ക് ജോലിയുള്ളൂ, അവരത് പറഞ്ഞുകൊണ്ട് നടന്നോട്ടെ, നമ്മൾ മൈൻഡ്. ഇതാണ് സത്യം. നീനു എന്ന വ്യക്തിയെ അറിയാവുന്നവർക്ക് അവളുടെ സ്റ്റാൻഡ് എന്നാണെന്ന് അന്ന് തന്നെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കെവിന്റെ മരണത്തിന് ശേഷം അവൾ അന്ന് തന്നെ പല മുഖ്യധാരാ ചാനലുകളോടും അല്ലെങ്കിൽ അവളോട് ചോദിച്ചവളോട് അവൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ മുന്നോട്ടുള്ള ജീവിതം കെവിന്റെ വീട്ടിലായിരിക്കും, കെവിന്റെ അച്ഛനും അമ്മയുമായിരിക്കും എന്റെ മാതാപിതാക്കൾ. ഈ വീഡിയോയിൽ ഇദ്ദേഹം പറയുന്നത് നീനുവിൻ്റെ കല്യാണം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നാണ്, ആരൊക്കെയോ അടിച്ചുവിട്ട ഒരു ഫേക്ക് ന്യൂസ് ആണ് എന്നാണ്. എന്നാലും ഇത് എത്രത്തോളം സത്യമുണ്ട്, ഏതാണ് കള്ളം ഏതാണ് സത്യം എന്ന് നമുക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പം ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള ഫേക്ക് ന്യൂസുകളാണ്. ചിലതിലൊക്കെ സത്യം ഉണ്ടാവും, ചിലതൊക്കെ കള്ളായിരിക്കും. ഇനിയിപ്പം നീനുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് കാണുന്ന നീനുവിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ആ കുട്ടിക്ക് എത്രത്തോളം വിഷമാവും? ഇതുപോലെ ഓരോ ഫേക്ക് ന്യൂസൊക്കെ ഉണ്ടാക്കുന്നവരോട് അത്രയും 100% ഷുവർ ആണെങ്കിൽ മാത്രം ഇതുപോലെയൊക്കെ വീഡിയോ ഉണ്ട്. ചിലപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവില്ല, കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല കാര്യം. എന്തൊക്കെ വിഷമം അനുഭവിച്ചതാ, സ്വന്തം വീട്ടുകാരിൽ നിന്നും ആരായാലും തകർന്നു പോവും. അതിൽ നിന്നൊക്കെ അതിജീവിച്ച് വന്ന ഒരു പെൺകുട്ടി തന്നെയാണ് നീനു. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം.
ആ കുട്ടി ഇനിയും ഒരുപാട് കാലം ജീവിക്കട്ടെ സന്തോഷമായിട്ട്. ഇപ്പോഴും നമുക്ക് ഇതിൻ്റെ സത്യം എന്താണെന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയില്ല. എന്തായാലും സത്യമൊക്കെ പുറത്ത് വരട്ടെ.